19 സങ്കീർത്തനം 12 വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. സ്വമേധാ പാവങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കും. ജീവിത വിശുദ്ധിക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു മനുഷ്യൻ താൻ ചോദിക്കുന്ന ഒരു ചോദ്യം, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആരാണ്? നമ്മുടെ കാഴ്ചപ്പാടായിരിക്കത്തില്ല ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്. അത് വളരെ വ്യത്യസ്തമാണ്. നമുക്ക് ശരിയെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ തെറ്റായിരിക്കാം. തെറ്റുകളെ ഗ്രഹിക്കുവാനുള്ള, തിരിച്ചറിയുവാനുള്ള, ശരിയും തെറ്റും വിവേചിച്ചറിയുവാനുള്ള ജ്ഞാനം ദൈവത്തോട് ചോദിച്ചാൽ തീർച്ചയായും ദൈവം നമുക്ക് നൽകും. ശലോമോൻ രാജാവായപ്പോൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, ഈ ജനത്തിന് ന്യായപാലനം നടത്തുവാനോ ഗുണമോ ദോഷമോ തിരിച്ചറിയുവാനോ ഉള്ള പ്രാപ്തി എനിക്കില്ല, അതുകൊണ്ട് ജ്ഞാനം നൽകണം എന്ന പ്രാർത്ഥന. ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. നമ്മുടെ തെറ്റുകളെ ഗ്രഹിപ്പാൻ നാം ആഗ്രഹിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, അതിനുള്ള ജ്ഞാനം ദൈവത്തോട് ചോദിച്ചാൽ തീർച്ചയായും ദൈവം നമുക്ക് നൽകും. രണ്ടാമതായിട്ട്, നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചു തരുവാൻ നാം സ്നേഹിക്കുന്ന ആരോടെങ്കിലും ആവശ്യപ്പെട്ടാൽ, ആത്മീയരായ ആരെയെങ്കിലും നാം അതിനായി ചുമതലപ്പെടുത്തിയാൽ, അവർ നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുവാൻ ഒരവസരം നാം കൊടുത്താൽ, അത് നിമിത്തം നമ്മുടെ തെറ്റുകൾ ഗ്രഹിപ്പാനുള്ള അവസരം നമുക്ക് ലഭിക്കും. എന്നാൽ ഇന്നത്തെ കാലത്ത് ആർക്കും ആരുടെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇഷ്ടമില്ല. എൻ്റെ തെറ്റുകൾ എനിക്ക് പറഞ്ഞു തരുവാൻ എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ. ഒന്ന്, നമുക്ക് തന്നെ ദൈവത്തോട് ചോദിച്ചാൽ ജ്ഞാനം തരും. രണ്ട്, മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തിരുത്തുവാൻ നാം അനുവദിച്ചാൽ അങ്ങനെ തെറ്റുകളെ ഗ്രഹിപ്പാൻ നമുക്ക് സാധിക്കും. മൂന്നാമതായിട്ട്, ദൈവത്തിൻ്റെ വചനം, പരിശുദ്ധാത്മാവിൽ നാം ആശ്രയിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ തെറ്റുകളെ നമുക്ക് ഗ്രഹിപ്പിച്ചു തരും. 3 നിലയിൽ നമ്മുടെ ജീവിതത്തിലെ കുറവുകളും ബലഹീനതകളും പോരായ്മകളും തെറ്റുകളും പാപങ്ങളുമെല്ലാം ഗ്രഹിക്കുവാനുള്ള ഒരു സംവിധാനം ദൈവം ഈ ഭൂമിയിൽ ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നു. അത് നാം കൃത്യമായി ഉപയോഗിച്ചാൽ മാത്രം മതിയാവും. തെറ്റുകൾ ഗ്രഹിച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്നൊരു മോചനം നമുക്കുണ്ടാവുകയുള്ളൂ. ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നൊരാൾക്ക് തോന്നിത്തുടങ്ങിയാൽ ആ വ്യക്തിയെ എങ്ങനെ നന്നാക്കാൻ പറ്റും? എന്നാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് ചേരാത്ത പ്രവൃത്തികൾ, ചിന്തകൾ തെറ്റാണെന്നുള്ള, പാപമാണെന്നുള്ള ആ ജ്ഞാനം നമുക്കെല്ലാവർക്കും ദൈവം നൽകട്ടെ. അത് ഗ്രഹിച്ചാൽ അത് ഏറ്റുപറയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 13 വാക്യത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്, സ്വമേധാ പാപങ്ങളിൽ നിന്ന്, അതായത് മനഃപൂർവമായി ചെയ്യുന്ന പാപങ്ങളിൽ നിന്ന് അങ്ങയുടെ ദാസനായ എന്നെ കാത്തു പാലിക്കണമേ. അറിയാതെ ചെയ്യുന്ന പാപങ്ങളുണ്ട്, മനഃപൂർവമായി ചെയ്യുന്ന പാപങ്ങളുണ്ട്. ഇത് രണ്ടും രണ്ടാണ്. സംഖ്യാപുസ്തകത്തിൽ, പഴയ നിയമത്തിൽ 15 അധ്യായം 30 മുതലുള്ള വേദഭാഗത്ത്, സ്വദേശികളിലോ പരദേശികളിലോ ആരെങ്കിലും കരുതിക്കൂട്ടിക്കൊണ്ട് ചെയ്താൽ അവൻ ദൈവത്തെ ദൂഷിക്കുന്നു. കരുതിക്കൂട്ടിക്കൊണ്ട്, മനഃപൂർവമായി, സ്വമേധ ചെയ്യുന്ന പാപങ്ങൾ, തെറ്റാണെന്ന് അറിഞ്ഞിട്ടും തെറ്റാണെന്ന് ഗ്രഹിച്ചിട്ടും ആ തെറ്റ് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അതിൽ നിന്നും ഒരു മോചനം നമുക്കാവശ്യമുണ്ട്. തെറ്റാണെന്നറിയാതെ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് മോചനം മാത്രമല്ല, മനഃപൂർവമായി ചെയ്യുന്ന പാപങ്ങളിൽ നിന്നും
ഒരു മോചനം ദൈവ പൈതൽ എന്ന നിലയിൽ നമുക്ക് ആവശ്യമുണ്ട്. അതെൻ്റെ മേൽ വാഴരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കും. വിശുദ്ധ ജീവിതം ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. യേശുക്രിസ്തുവിൽ കൂടി ആ ഒരവസ്ഥയിലേക്ക്, അനുഭവത്തിലേക്ക് നമ്മെ നയിപ്പാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പാപം നമ്മുടെ വാതിക്കൽ കിടക്കുന്നു, നാം അതിനെ കീഴ്പ്പെടുത്തണം എന്നുള്ളതാണ്. നമ്മുടെ അകൃത്യങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിലും നമ്മുടെ രഹസ്യപാപങ്ങളെ ദൈവം തൻ്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് 139 സങ്കീർത്തനം 23 വചനത്തിൽ, ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന് ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. നമ്മിലെല്ലാം വ്യസനത്തിനുള്ള മാർഗം ഉണ്ടോ എന്ന് നാം പരിശോധിക്കണം. വ്യസനത്തിനുള്ള മാർഗം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം പ്രാപിച്ചാൽ മാത്രമേ ശാശ്വത മാർഗത്തിൽ നമുക്ക് നടക്കുവാൻ കഴിയുകയുള്ളൂ. ശാശ്വത മാർഗം ക്രിസ്തുവിൻ്റെ മാർഗമാണ്, സത്യമാർഗമാണ്. ആ മാർഗത്തിൽ നടക്കുന്നവർക്കെല്ലാം വ്യസനത്തിനുള്ള മാർഗം ഉണ്ടോ എന്ന് അവർ നോക്കുന്നവരാണ്. അതുകൊണ്ട് പാപത്തിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ കർത്താവ് കൃപ തരട്ടെ. സ്വർഗീയ പിതാവേ, അവിടുന്ന് വിശുദ്ധനായിരിക്കുന്നത് പോലെ ഞങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്നുള്ള അവിടുത്തെ വചനപ്രകാരം ജീവിതത്തിൽ വിശുദ്ധി സൂക്ഷിപ്പാൻ, വിശുദ്ധിയിൽ ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ശോഭയേറുന്ന നാടുണ്ടത്, കാണാമേ ദൂരെ വിശ്വാസത്താൽ താതൻ വാസം നമുക്കൊരുക്കി.